ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഇറാനിലെ ആണവ കേന്ദ്രത്തിന് നേരെ വീണ്ടും ആക്രമണം. അരക് ആണവ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൻ്റെ വിവരം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ വികിരണ ചോർച്ച ഉണ്ടായോ എന്ന് വ്യക്തമല്ല. തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, പശ്ചിമേഷ്യയിലെ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില സംഭവവികാസങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സ്വഭാവത്തെ തീവ്ര രീതിയിലേക്കാക്കുകയാണ്. അതായത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി അല്ലെങ്കിൽ പ്ലൂട്ടോണിയം വേർതിരിക്കുന്ന ആണവ കേന്ദ്രമായ അരക് ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളാണ് ഏറെ ഗൗരവമേറിയ റിപ്പോർട്ടായി പുറത്തു വരുന്നത്. അതുപോലെ തന്നെ അർഡക് എന്ന് പറയുന്ന യുറേനിയം ഓക്സൈഡ് നിർമ്മിക്കുന്ന മറ്റൊരു ആണവ കേന്ദ്രത്തിലും ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില പ്രദേശങ്ങൾ, അതായത് വേറൊരു ആണവ കേന്ദ്രത്തിലും, അതായത് ഹെവി വാട്ടർ ഡ്യൂട്ടീരിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹെവി വാട്ടർ റിയാക്ടർ കേന്ദ്രത്തിലും ആക്രമണം നടന്നിട്ടുണ്ട്. അതായത് 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആണവ വികിരണം നടന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്നിരിക്കുന്നുവെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നത് അതീവ ഗൗരവമേറിയ ഒരു യുദ്ധസമ്പന്നമായ വിഷയമായി തന്നെ, അല്ലെങ്കിൽ ഒരു കലുഷിതമായ ഒരു സാഹചര്യം തന്നെ ഉയർന്നു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിലെ, അതായത് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയ മേഖലയിലെ ഇസ്രായേലിൻ്റെ സംവിധാനങ്ങൾക്ക് നേരെ പ്രത്യാക്രമണം ഉണ്ടാകുമെന്നൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്രമണ വിവരം ഇസ്രായേൽ സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടക്കുന്നത് ഒരു വെല്ലുവിളിയുടെ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആണവായുധ നിർമ്മാണ ശേഷിയുള്ള, അതായത് ഈ അരക് ആണവായുധ ആണവ കേന്ദ്രം എന്ന് പറയുന്നത് ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ പ്ലൂട്ടോണിയം വേർതിരിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് തന്നെ ആ കേന്ദ്രത്തിലേക്ക് കൃത്യമായ ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആണവായുധ ശേഖരം ലക്ഷ്യമിട്ട് തന്നെയാണ് ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗുരുതരമായൊരു സാഹചര്യം ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആണവ വികിരണം ഉണ്ടാവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ മൂന്ന് ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ദിവസത്തേക്ക് ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾ നിർത്തിവെക്കുമെന്നൊരു നിലപാട് അറിയിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ആണവായുധ സജ്ജീകരണങ്ങൾ നടത്താനുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് അതീവ ഗൗരവമേറിയ ഒരു നീക്കമായും അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു നീക്കമായും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ കൂടി ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് ഉണ്ടാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു എന്നുള്ള വാർത്ത. അരക് ഖോൺദാബ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. ആക്രമണ വിവരം ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവ വികിരണ ചോർച്ച ഉണ്ടായി എന്ന് വ്യക്തമായിട്ടില്ല. തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ്റെ മുന്നറിയിപ്പ്. മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഇപ്പോൾ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.